ഇത് ചിത്രഗുപ്ത ക്ഷേത്രമാണ്. എല്ലാം 1000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ജഗദാംബിക ടെമ്പിളിൻ്റെ അതേപോലെ തന്നെയാണ്. ഗർഭഗൃഹ, പിന്നെ മഹാമണ്ഡപ, ഇതെല്ലാം കാര്യങ്ങൾ ഇതൊന്നുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സൂര്യക്ഷേത്രമായിട്ടാണ് ഡെഡിക്കേറ്റഡ് ടു സൂര്യന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂര്യസുന്ദരീസ്, അതേപോലെ എറോട്ടിക് കപ്പിൾസ്, അങ്ങനെയുള്ള പിന്നെ ഫുഡ് ഇൻക്ലൂഡിങ് ആൻഡ് 11 ഹെഡഡ് ഇമേജ് ഓഫ് വിഷ്ണു, 11 ശിരസ് കൂടിയ വിഷ്ണുവിൻ്റെ രൂപം. അതായത് വിരാട രൂപമായിരിക്കും തോന്നുന്നുണ്ട്. വിരാട രൂപത്തിൽ അതിനെക്കാട്ടിലും ശിരസ്സുകൾ പറയുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ചിത്രഗുപ്ത ക്ഷേത്രത്തിലാണ്. ചിത്രഗുപ്ത ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണ്. ഇതെല്ലാം തകർക്കപ്പെട്ട് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങൾ എങ്ങനെ തകർക്കാൻ മനസ്സ് വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതാണ് ഈ ചരിത്രബോധം, കലാബോധം, അതേപോലെ മാനവികതയുടെ ബോധം, ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെടും. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യം പുറത്തത്തെ കാഴ്ചകളൊന്ന് ഓടിച്ചിട്ട് കാണാം. കാരണം ഇനിയും കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ മറ്റേതായിട്ട് നോക്കുമ്പോൾ കൊത്തുപണികൾ പൊതുവെ കുറവാണ്. കാരണം ഇവിടെ കണ്ടല്ലേ, ഇത് പൊട്ടിപ്പോയ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച് വെച്ച് ഏകദേശം റീകൺസ്ട്രക്ട് ചെയ്തെടുത്താണ്. അതിൽ ഇത്രയെങ്കിലും ചെയ്തുല്ലോ, അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് സൂര്യന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ചിത്രഗുപ്ത ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ തൽക്കാലം അതിൻ്റെ മാതൃക നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴല്ല, ബ്രിട്ടീഷുകാർ തന്നെ. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതായത് അവർ കുറേ കാര്യങ്ങൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഏതാണ്ട് ഇതേ രൂപത്തിലാക്കി എടുക്കാനും കൂടുതൽ കേടുപാടുകൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാഴ്ചയിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെ ഇത്ര എല്ലാവിടെയും ഒരു ചുരുങ്ങിയ കൂടുതലായിട്ട് ഇത് ഈ ഭാഗത്തുള്ള കൊത്തുപണികൾ, ഈ ഒരു ബേസിൻ്റെ തൊട്ട് മുകളിലുള്ള കൊത്തുപണികൾ ആ കാലത്ത് എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്, ആ കാലഘട്ടത്തെ ജീവിതശൈലികളെ പലപ്പോഴും വിശദീകരിക്കും. നമ്മളിങ്ങനത്തെ മോണുമെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണേണ്ടത്. താഴത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അന്നത്തെ വീരന്മാരുടെ പ്രവർത്തികൾ, അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, അന്നത്തെ ജീവിത ചുറ്റുപാടുകൾ, ഇവയെക്കുറിച്ചിട്ടുള്ള ഒരു നേർചിത്രമായിരിക്കും ഇത്. ഇത് നമ്മൾ സൂര്യക്ഷേത്രം കൊണാർക്ക് പോയാലും നമുക്കത് കാണാൻ പറ്റും. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തായിട്ടുള്ള കൊത്തുപണികളാണ് ജീവിതമായിട്ട് അന്ന് നിലനിന്നിരുന്ന ജീവിത സമ്പ്രദായങ്ങളുടെ ഒരു നേർചിത്രം നമുക്ക് തരാം. ഞാൻ ഇവിടെ അത് എടുത്തു കാണിക്കാൻ കാരണം മറ്റുള്ള അവിടെ ഇതിനെക്കാട്ടിലും കൊത്തുപണികൾ എൻ്റെ തൊട്ട് മുകളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ അലോ ചെയ്തത് നന്നായി. കാരണം ഇത് ഇങ്ങോട്ടേ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവരിലൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ, ഞാനല്ല, എത്രയോ ആൾക്കാർ എന്നെക്കാട്ടും നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അത് മുഖാന്തരം നമുക്ക് ഇങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റാത്തവർക്കും ഇതിനെ എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിയൊക്കെ ആലോചിക്കുന്നത്. ഇതിവിടെ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവിടെ പ്രാധാന്യം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമാണ്, അതേപോലെ കൊത്തുപണിയുടെ ഒരു പ്രാധാന്യമാണ്. ബാഹുക്കളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് പ്രതിമയുടെ. കുറച്ച് കൊത്തുപണികളുണ്ട്. കുറച്ച് വെളിച്ചം കുറവാണ്.
എന്ത് ഭംഗിയായിട്ടാണ്, മനോഹരമായിട്ടാണ് അത് സംരക്ഷിച്ചിരിക്കുന്നത് അറിയും. ഇത് ഉദയത്തിൻ്റെ അസ്തമയത്തിന് ശേഷം ഇങ്ങോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ആ ലൈറ്റിങ്ങോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല.